ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറിയൊരു ടിപ്സ് അടങ്ങിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാഗാട്ടോ. നമുക്ക് ബാഗൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. അപ്പോൾ അതാ നല്ല ചളി പിടിച്ചിട്ടുള്ള നല്ല പൂപ്പിലൊക്കെ വന്നിട്ടുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളുടെ ബാഗൊക്കെ അങ്ങനെ അധിക കാലം എടുത്ത് വെച്ചിട്ടൊക്കെ ഈ രീതിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ കഴുകിയെടുത്താൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയി കിട്ടും, നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. അത് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റ്, അതുപോലെ അപ്പസോഡ, പിന്നെ നമ്മുടെ ഒരു ലിക്വിഡാണ് കേട്ടോ. നമ്മുടെ വാഷ് ചെയ്യുന്ന ലിക്വിഡാണ്. ഈ ലിക്വിഡ് ഇല്ലെങ്കിൽ പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ലിക്വിഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടൂത്ത് പേസ്റ്റ് ഒന്ന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്, നമ്മുടെ അപ്പസോഡയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചുടുവെള്ളമാണ് കേട്ടോ. നമ്മൾ നല്ല തിളപ്പിക്കണമെന്നില്ല, കൈ പൊള്ളാത്ത രീതിയിലൊക്കെ ഉള്ള ചുടുവെള്ളം എടുത്താൽ മതി. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ല വല്ല ഷാമ്പു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുറവാന്ന് തോന്നിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാഗ് നമുക്ക് മുങ്ങത്തക്ക രീതിയിലൊന്ന് ഇട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ അത്രയും നേരം കൊണ്ട് നമുക്ക് അതിലുള്ള ചെളിയൊക്കെ ഒന്ന് അടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ബാഗൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ പുത്തനായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ലൈവ് റിസൾട്ടായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബക്കറ്റിലൊക്കെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂറോ നമുക്ക് എങ്ങനെയായാലും ഓവർനൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു കഴുകാനൊക്കെ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിൽ നിന്ന് ചെരിച്ച് നോക്കുമ്പോൾ തന്നെ അതിലുള്ള ചെളികളൊക്കെ പോകുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബാഗൊക്കെ ഇനി അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് നമ്മളടുത്ത് നല്ല ബ്രഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ചളി തന്നെ അടർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്നു. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും വേണ്ട, ചെറിയ സോഫ്റ്റൊക്കെ ഉള്ള ബ്രഷ് ആയാലും മതി. നല്ല ഹാർഡായതുകൊണ്ടൊക്കെ അരച്ചാൽ നമ്മളെ ബാഗിനൊക്കെ സ്ക്രാച്ചും അതുപോലെ നൂലൊക്കെ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ബാഗുകളൊക്കെ ആവും, ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാവും. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ തന്നെ ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. അത് ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ബക്കറ്റിലേക്ക് വെള്ളമൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ കഴുകിയെടുക്കും. അപ്പം നല്ല മഴക്കാലമാണെങ്കിലോ ഈ ടൈമിൽ നമുക്ക് ഈ രീതിയിലൊക്കെ കഴുകിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ചെറിയ ബാഗും അങ്ങനെ വരച്ച ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വലിയ ബാഗൊന്ന് ഉള്ളും പുറമൊക്കെ ഒന്ന് വരച്ച് കൊടുത്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബാഗൊക്കെ നല്ല ബാഗാണ്, ഒരു ഷിബുവിന് പോലും കേടൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു പൂപ്പലും ചളിയൊക്കെ ഉള്ളൂ. അപ്പോൾ കഴുകിയെടുത്താൽ തന്നെ നമുക്ക് നല്ല പുതിയ പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല വെള്ളത്തിൽ 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം, വെള്ളം ഒന്ന് പോയി കിട്ടോളം നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഫൈനലായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പിന്നായി കിട്ടും ചെയ്യും. നമ്മുടെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ആയിട്ടുണ്ടാവും കേട്ടോ. വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി നല്ല ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര ചളിയുള്ള പഴയതായ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലുക്കായി തന്നെ കിട്ടും. അപ്പോൾ കൊണ്ടുപോകാൻ മടിക്കണ മക്കൾക്കൊക്കെ ഈ രീതിയിലൊന്ന് കഴുകി ക്ലീനാക്കി കൊടുത്താൽ യൂസ് ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും തന്നെയാവും. അപ്പോൾ ഇത് നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പുതിയ പോലെ തന്നെ
കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഫാനിലോട്ടിലിട്ട് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രെയിനായി കിട്ടും കേട്ടോ. വെള്ളമൊക്കെ പോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മഴക്കാലത്തൊക്കെ ഈ രീതിയിലും കഴുകിയെടുക്കാമെന്നാണ്. അപ്പോൾ അത് നമ്മളെ ഫൈനൽ ലുക്ക് ഇട്ടാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാവില്ലേ, വാസ്ലീന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഷിബിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഷിബിലൊക്കെ ബലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ ഷിബിലൊക്കെ നല്ലൊരു ലൂസായി കിട്ടും കേട്ടോ. ടൈറ്റായി കിടക്കുന്ന ഷിബോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വലിച്ച് മക്കൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നീക്കിയെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് അടങ്ങിയ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പല ടിപ്സ് അടങ്ങിയ വീഡിയോസും ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരേക്കും ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.